ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇന്ന് നമുക്ക് പൈപ്പ് ക്ലീനർ വെച്ച് രണ്ട് ടൈപ്പിൽ ബൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർ മാത്രം കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം. പൈപ്പ് ക്ലീനർ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതിന് ഒരു 30 സെൻറ്റിമീറ്റർ സൈസ് വരുന്ന ഒരു പൈപ്പ് ക്ലീനറാണ്. അതുപോലെ 7 to 8 mm തിക്നെസ് ആണ് ഈ പൈപ്പ് ക്ലീനറിൻ്റെ സൈസ് വരുന്നത്. അപ്പം ഇതിൻ്റെ മെറൂൺ കളർ ആണ് ഞാനിപ്പം ഈ ഒരു ബൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ നമുക്ക് ആനിവേഴ്സറി അങ്ങനത്തെ വാലന്റൈൻസ് ഡേ ആ ഒരു തീമിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബൊക്കെയാണ്. അങ്ങനെ ഇതാ നമ്മളിതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഞാനിതാ ഇതുപോലെ ചെറിയ പേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കുറച്ചെണ്ണം വെച്ച് നമുക്കിതുപോലെ ഓരോ ബണ്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിൽ ഓരോ ബണ്ടിലും നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് ഒരു വലിയൊരു ബണ്ടിലാക്കി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതൊരു ഏകദേശം ഒരു 35 ഫ്ലവേഴ്സ് ഏകദേശം അപ്രോക്സിമേറ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇതൊരു മിനി ബൊക്കെ സൈസിലാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതുപോലെ വുഡൻ സ്റ്റിക്കൊക്കെ വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് പിടിക്കാൻ പറ്റുന്ന അതൊന്ന് ടൈ ചെയ്തൊക്കെ കൊടുക്കുക. അതിനുശേഷം ഞാനിതുപോലെ റിങ്കിൾഡ് റാപ്പിംഗ് ഷീറ്റ് വെച്ചിട്ടാണ് ബൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ഈ ഒരു റാപ്പിംഗ് ഷീറ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഥവാ ഇപ്പോൾ റാപ്പ് ചെയ്തിട്ടുള്ള ശീലമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കൂടിയിട്ടും നമുക്ക് ഈ ഒരു റാപ്പിംഗ് ഷീറ്റ് വെച്ച് എല്ലാവർക്കും റാപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. കാരണം നമ്മളിത് എങ്ങനെ റോൾ ചെയ്തെടുത്താലും അതിനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആനിവേഴ്സറിക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ബൊക്കെയാണ്. പിന്നെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനാണ് കുറച്ച് ടൈം എടുക്കുക. അങ്ങനെ അടുത്തൊരു ബൊക്കേൻ്റെ സെറ്റ് വരുന്നത് നമ്മൾ റോസ് വെച്ചിട്ടാണ്. അതും റെഡ് റോസ് തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നല്ല ബ്രൈറ്റ് കളറുള്ള പൈപ്പ് ക്ലീനറാണ്. പിന്നെ ഈ പൈപ്പ് ക്ലീനേഴ്സും അതിൻ്റെ മെറ്റീരിയൽസും UAE ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മെറ്റീരിയൽസ് മാത്രമല്ല, നമ്മൾ ഇതുപോലെ ഫ്ലവേഴ്സും സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും UAE ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചെറിയ റോസാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 4 പൈപ്പ് ക്ലീനർ ഇതുപോലെ ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ 2 പൈപ്പ് ക്ലീനർ ഇതേപോലെ നമ്മൾ റോൾ ചെയ്ത് ടൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൽ 6 പൈപ്പ് ക്ലീനേഴ്സ് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഓരോ ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതിലും വലിയ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ലെയർ ചെയ്തു. സെക്കൻഡ് ലെയറിന് നമ്മൾ 5 പൈപ്പ് ക്ലീനറാണ് ഇതേപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്.
ഇതുപോലെ 3 പീസ് മാത്രം വരും കേട്ടോ. അതും നമ്മളിതാ ഇതേപോലെ റോൾ ചെയ്ത് സെൻറ്ററിൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 3 ലെയറാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കൂടാതെ ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്, ഇപ്പോൾ മലയാളം അറിയാത്തവരുണ്ടാവും. പിന്നെ നമ്മൾ മീഡിയം മെയിനായിട്ട് മലയാളം ചെയ്യുന്നതുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ പറയുന്നത് കേട്ടോ. അങ്ങനെ കുറേ കമൻസ് വരാറുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്ലവർ സ്റ്റെം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് ഫ്ലോറൽ ടേപ്പ് വെച്ച് ഇതുപോലെ ചുറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പൈപ്പ് ക്ലീനർ തന്നെ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എൻ സൈഡ് ഇതുപോലെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് നല്ല റിയലായിട്ട് ഫീൽ ചെയ്യും കാണുമ്പോൾ കേട്ടോ. നല്ല ഭംഗിയാണ്. എനിക്ക് അതിൻ്റെ ബാക്ക് സൈഡ് കൂടുതൽ ഇഷ്ടമായിട്ടോ. ഫ്ലവറിൻ്റെ നല്ല ഭയങ്കര റിയലിസ്റ്റിക് ലുക്ക് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊരു 9 to 10 ഫ്ലവേഴ്സോളം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ലീഫ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് അല്ലാതെ സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ മൊത്തമായിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പൊക്കെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബൊക്കയിൽ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് അത്ര ബഡ്ജറ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ ചെയ്യാനൊക്കെ ആണ്, അല്ലെങ്കിൽ ടൈമില്ലാത്ത അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമുക്കിത് റാപ്പിങ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. പിന്നെയും കൂടുതൽ ലെയേഴ്സ് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി റേറ്റും വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ചും കൂടെ റാപ്പിങ് കൊടുക്കുകയാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒരു മെത്തേഡിൽ ചെയ്യാമെന്നായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ടൈമിൻ്റെ ഒക്കെ ഒരു പെട്ടെന്നാണ് ഞാൻ ഈ ബൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ടൈം ഏകദേശം കയ്യാറായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേഗം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ബൊക്കെ റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു റാപ്പിങ് ചെയ്തത് കേട്ടോ. ഇതും അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്ന് ചെയ്യാമെന്നായിരുന്നു. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ ചെയ്യാം. അങ്ങനെ ഫുള്ളും ഓരോന്നും ലെയറും ആഡ് ചെയ്ത് നമ്മളിതുപോലെ സെല്ലോ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ റിബണും കൂടെ ആഡ് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു റോസ് ബൊക്കെ പൈപ്പ് ക്ലീനർ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.